നോട്ട് മൈൻ. പറയൂ, ഇറ്റ്സ് നോട്ട് മൈൻ. ഇറ്റ്സ് ഹിസ്. ഇറ്റ്സ് ഹിസ്, അത് അവൻ്റെയാണ്. ഇറ്റ്സ് ഹേഴ്സ്, അത് അവളുടെയാണ്. ഇറ്റ്സ് theirs, ഇത് അവരുടേതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇന്ന് പറഞ്ഞ എല്ലാ സെൻറ്റൻസും നിങ്ങൾ നന്നായിട്ട് പറഞ്ഞു പഠിക്കണം. അപ്പം മറക്കരുത്, എഴുതി വെച്ചിട്ട് കാര്യമില്ല, കേട്ട് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല, ഇത് പറഞ്ഞ് കാണാതെ പഠിക്കണം. ഇത് ഉരുവിട്ട് പറഞ്ഞ് മന്ത്രം പോലെ ജപിച്ചുകൊണ്ടിരിക്കണം. ഇന്നൊരു ഫുൾ ഡേ ഇത്രയും സെൻറ്റൻസുകൾ നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് നിങ്ങളുടെ സ്വന്തമായി കഴിഞ്ഞു, പിന്നെ സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന പാസേജിലേക്ക് പോവാണ്. ഈ പാസേജ് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ മീറ്റ് മിസ്റ്റർ അനിൽ. അനിലിൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ പോവാണ്. സ്വയം പരിചയപ്പെടുത്തുകയും എല്ലാ കാര്യങ്ങളും ഒന്ന് ചെറുതായിട്ട് പറയാൻ പോവാണ് കേട്ടോ. ഹലോ, മൈ നെയിം ഇസ് അനിൽ. മൈ നെയിം ഇസ് അനിൽ. എൻ്റെ പേര് അനിൽ എന്നാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ, ഹലോ, മൈ നെയിം ഇസ് അനിൽ. അപ്പം നിങ്ങളിപ്പോൾ അനിൽ അങ്ങ് ആകുക കേട്ടോ. ഓക്കെ, അപ്പം അനിൽ പറയുന്നത് കേട്ട് നിങ്ങൾ അതുപോലെ പറയണം. ഐ ആം എ ഷോപ്പ് കീപ്പർ. ഐ ആം എ ഷോപ്പ് കീപ്പർ. ഞാൻ ഒരു ഷോപ്പ് കീപ്പറാണ്. അതായത് ഞാനൊരു കട ഉടമയാണ്. ഒരു കട നടത്തുന്ന ആളെയാണ് നമ്മൾ ഷോപ്പ് കീപ്പർ എന്ന് പറയുന്നത്. ഐ ആം എ ഷോപ്പ് കീപ്പർ. ഹലോ, മൈ നെയിം ഇസ് അനിൽ. ഐ ആം എ ഷോപ്പ് കീപ്പർ. മൈ ഷോപ്പ് ഇസ് നിയർ മൈ ഹോം. എൻ്റെ കട എൻ്റെ വീടിൻ്റെ അടുത്താണ്. മൈ ഷോപ്പ്, എൻ്റെ കട, ഇസ് നിയർ മൈ ഹോം. നിയർ എന്ന് പറഞ്ഞാൽ അടുത്ത്. മൈ ഹോം, എൻ്റെ വീട്. ആണ് ഇസ്. എൻ്റെ കട എൻ്റെ വീടിൻ്റെ അടുത്താണ്. മൈ ഷോപ്പ് ഇസ് നിയർ മൈ ഹോം. മൈ ഷോപ്പ് ഇസ് നിയർ മൈ ഹോം. അപ്പോൾ നമുക്ക് ആദ്യം മുതൽ പറയാം. ഹലോ, മൈ നെയിം ഇസ് അനിൽ. I am a shopkeeper. My shop is near my home. Every morning I am busy from 9 AM. From എന്ന് പറഞ്ഞാൽ 9 മണി മുതൽ. മുതൽ എന്ന് പറയാനാണ് നമ്മൾ ഫ്രം യൂസ് ചെയ്യുന്നത്. എൻ്റെ വൈഫ് വീട്ടിലുണ്ട്. മൈ വൈഫ് ഇസ് അറ്റ് ഹോം. അറ്റ് ഹോം, വീട്ടിലുണ്ട് എന്ന് പറയാൻ അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ മതി. മൈ വൈഫ് ഇസ് അറ്റ് ഹോം. ഇവിടെ ഇപ്പോൾ ചിലർക്ക് സംശയം ഇൻ ഹോം എന്ന് പറയേണ്ടതെന്ന്, വീടിൻ്റെ ഉള്ളിലല്ലേ എന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെ നമ്മൾ പറയണ്ട. എന്താണെന്നറിയോ, വീട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ മതി. വീട്ടിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ മുറ്റത്തായിരിക്കും, ചിലപ്പോൾ വീടിൻ്റെ പുറകുവശത്തായിരിക്കും, ചിലപ്പോൾ റൂമിലായിരിക്കും. അപ്പോൾ